ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള ശുപാർശ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരാലോചന നടത്തിയതാണ്. പക്ഷേ കോടതിയിൽ ഈ കേസ് നടക്കുകയായതുകൊണ്ട് കേസിൻ്റെ അന്തിമ വിധി വരാതെയോ അതിലൊരു പ്രത്യേക ഘട്ടമാകാതെയോ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതിയുടെ മുമ്പാകെ വീണ്ടും ഞങ്ങൾ പരിഗണിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒരു നടപടി മനുഷ്യത്വപരമായിട്ട് അവരെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു നിന്നത്. എന്നാൽ ഇന്നിപ്പോൾ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ 18,75,69,037 രൂപ 90 പൈസ, കൃത്യം കണക്കതാണ്. ആ കടങ്ങൾ പൂർണ്ണമായും 18,75,69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 2-3 പ്രശ്നങ്ങൾ വന്നു. എത്ര പേരുടെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംശയവുമില്ലാതെ നമ്മൾ തീരുമാനിച്ചു. ദുരന്തബാധിതരായി നിശ്ചയിക്കപ്പെട്ട ഫേസ് 1-ലെയും ഫേസ് 2A-യിലെയും ഫേസ് 2B-യിലെയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 446 കുടുംബങ്ങളിലെ 980 പേർ, മറ്റൊരു ഗുണഭോക്ത പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളും അവരുടെ ബന്ധുക്കളുടെയും ഉൾപ്പെടുന്ന 12 കുടുംബങ്ങളുടെ 23 കടങ്ങൾ, 23 വായ്പകൾ, വാണിജ്യ സ്ഥാപനത്തിലെ വാടകക്കാരായ വ്യാപാരികളുടെ 20 പേരുടെ 61 വായ്പകൾ, വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ടുള്ള 14 പേരുടെ 41 വായ്പകൾ, വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ 2 പേരുടെ 5 വായ്പകൾ, അതോടൊപ്പം ഉപജീവന ഭത്ത ലഭിക്കുന്ന, നേരത്തെ നമ്മൾ 300 രൂപയൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ആ ഉപജീവന ഭത്ത ലഭിക്കുന്ന മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത 61 പേരുടെ 510 കടങ്ങൾ, ഇങ്ങനെ 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്